യൂറോപ്പിൽ കാട്ടുതീ വ്യാപകമായി പടരുകയാണ്. ഉഷ്ണതരംഗത്തിൽ ശക്തമായ കാറ്റിന് പുറമെ ഫ്രാൻസ്, സ്പെയിൻ, ഇറ്റലി എന്നിവിടങ്ങളിലാണ് വലിയ തോതിൽ കാട്ടുതീ ഉണ്ടാകുന്നത്. യൂറോപ്പിനെ വലിയ ഭീതിയിലാഴ്ത്തിയിരിക്കുകയാണ്. സ്പെയിനിലും ഫ്രാൻസിലും സ്ഥിതി നിയന്ത്രണ അതീതമാണ്. 3 ലക്ഷത്തോളം ആളുകളെ ഒഴിപ്പിച്ചു കഴിഞ്ഞു. ശക്തമായ കാറ്റും വരണ്ട കാറ്റും ഉയർന്ന താപനിലയും രക്ഷാപ്രവർത്തനങ്ങൾക്ക് വലിയ തടസ്സമുണ്ടാക്കുന്ന പശ്ചാത്തലം കൂടിയുണ്ട്. സ്പെയിനിൽ അടിയന്തരാവസ്ഥ കൂടി പ്രഖ്യാപിച്ചിരിക്കുകയാണ്. വി വിനോദ് വിവരങ്ങളുമായി ചേരുകയാണ്. യൂറോപ്യൻ യൂണിയന്റെ സഹായമടക്കം തേടിയിരിക്കുകയാണ് വിനോദ്. ഫ്രാൻസും സ്പെയിനും അടക്കമുള്ള രാജ്യങ്ങൾ, എന്താണ് ഏറ്റവും പുതിയ വിവരങ്ങൾ? 19,000-ലധികം ഹെക്ടറിലധികം വനഭൂമി ഇതിനകം ഫ്രാൻസിൽ നശിച്ചുപോയി, കത്തുനശിച്ചു എന്നാണ് വിവരങ്ങൾ. അടിയന്തര സാഹചര്യം നേരിടാനും രക്ഷാപ്രവർത്തനം കൂടുതൽ കാര്യക്ഷമമാക്കാനും ഫ്രഞ്ച് പ്രസിഡന്റ് യൂറോപ്യൻ യൂണിയന്റെ സഹായം തേടി. ഇരു രാജ്യങ്ങളും കാട്ടുതീ അണയ്ക്കാനുള്ള ശ്രമങ്ങൾ സൈന്യം യുദ്ധകാലാടിസ്ഥാനത്തിൽ തുടരുകയാണ് എന്നാണ് മനസ്സിലാക്കേണ്ടത്. ഫ്രാൻസിൽ 22,000 ഹെക്ടർ വനഭൂമി കത്തുനശിച്ചു എന്നുള്ള വിവരങ്ങൾ പുറത്തു വരുന്നുണ്ട്. ഇമ്മാനുവൽ മാക്രോൺ സ്ഥിരീകരിച്ചിട്ടുണ്ട്. അങ്ങനെ സൈന്യത്തെ വിന്യസിച്ചാണ് ഈ രാജ്യങ്ങളൊക്കെ പ്രധാനമായും ഇത്തരം കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. വിനോദ് കേൾക്കാമെന്ന് കരുതുന്നു. രഞ്ജിത്ത്, വലിയ ഭീതിതമായ ഒരു സാഹചര്യം തന്നെയാണ് യൂറോപ്പിൽ നിലനിൽക്കുന്നത്. വിവിധ രാജ്യങ്ങളിലേക്ക് കാട്ടുതീ പടരുന്ന ഒരു സാഹചര്യം. സ്പെയിനിലേക്ക്, ഫ്രാൻസ്, അതോടൊപ്പം തന്നെ ഇറ്റലി, ഇപ്പോൾ ഏറ്റവും ഒടുവിൽ പോർച്ചുഗലിലേക്ക് കൂടി ഈ കാട്ടുതീയുടെ പടർന്നു പിടിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. ഏതാണ്ട് 2 മാസത്തിലധികമായി അവിടെ ഈ താപനില ഉയരുന്ന ഒരു സാഹചര്യമുണ്ട്. ഉഷ്ണതരംഗത്തിൽ വിവിധ രാജ്യങ്ങളിലായി ഏതാണ്ട് 10,000-ഓളം പേർ മരിച്ചിരുന്നു. അതിന് പുറമെയാണ് ഇപ്പോൾ കാട്ടുതീ യൂറോപ്പിനെ വിഴുങ്ങുന്ന നിലയിലേക്ക് മാറുന്നത്. സ്പെയിനിൽ ഏതാണ്ട് 35,000 ഹെക്ടർ സ്ഥലം ഇതിനകം കത്തിനശിച്ചു എന്നാണ് കണക്കാക്കുന്നത്. ഫ്രാൻസിൽ ഫസ്റ്റ് പെൻസുല പോലുള്ള സ്ഥലങ്ങളിൽ, അവിടുത്തെ ഉപദ്വീപാണ്, അവിടെ നിന്ന് ആളുകളെ ഒഴിപ്പിക്കുന്നത് അടക്കമുള്ള നടപടികൾ. ഏതാണ്ട് ഈ മുഴുവൻ രാജ്യങ്ങളിൽ നിന്നും, ഈ അഗ്നിബാധയുള്ള രാജ്യങ്ങളിൽ നിന്ന് 5 ലക്ഷത്തോളം പേരെയാണ് ഇപ്പോൾ സുരക്ഷിത കേന്ദ്രങ്ങളിലേക്ക് മാറ്റിയിട്ടുള്ളത്. സ്വന്തം രാജ്യത്ത് തന്നെ അഭയാർത്ഥികളായി മാറുന്ന നിലയിലേക്ക് ആളുകൾ കൂട്ടത്തോടെ മാറുന്നു. ഏതെങ്കിലും സുരക്ഷിത കേന്ദ്രം ഒരുക്കാനുള്ള തത്രപ്പാടിലാണ് അവർ. ഈ യൂറോപ്യൻ രാജ്യങ്ങളെ സംബന്ധിച്ച് നമുക്കറിയാം, മിക്കവാറും അവരുടെ ഒരു തണുത്ത കാലാവസ്ഥയും മറ്റുള്ള സമയങ്ങളിൽ സമശീതോഷ്ണമായ ഒരു കാലാവസ്ഥയുമാണുള്ളത്. ഇങ്ങനെ ആഗോളതാപനത്തിലുണ്ടാകുന്ന മാറ്റം തന്നെയാണ് വലിയ ക്രമാതീതമായ ചൂടിലേക്കും കാട്ടുതീയിലേക്കും കാര്യങ്ങളെ കൊണ്ടുപോയതെന്നത് ഇപ്പോൾ പുറത്തു വരുന്ന ഔദ്യോഗിക വിവരങ്ങൾ. അതേസമയം ഇറ്റലി പോലുള്ള രാജ്യങ്ങളിൽ വ്യത്യസ്തമായ റിപ്പോർട്ടുകൾ പുറത്തു വരുന്നുണ്ട്. ഭൂമാഫിയയുടെ ഇടപെടൽ സംശയിക്കുന്നുണ്ട്. നമുക്കാദ്യം ഈ താപനിലയിലെ വ്യതിയാനം നോക്കാം. 40 മുതൽ 42 ഡിഗ്രി സെൽഷ്യസ് വരെയാണ് പല യൂറോപ്യൻ രാജ്യങ്ങളിലും ഇപ്പോൾ താപനില ഉയർന്നിട്ടുള്ളത്. നമുക്ക് അത് ഇന്ത്യയിലടക്കം പരിചിതമായ ഒരു കാലാവസ്ഥയാണെങ്കിലും യൂറോപ്യൻ രാജ്യങ്ങളിൽ ഇത് അങ്ങനെ ഒരു അനുഭവപ്പെടുന്ന രീതിയല്ല. പലപ്പോഴും അവിടെ ക്രമാനുഗതമായി കാലാവസ്ഥയിൽ മാറ്റമുണ്ടാവുകയാണ്. ചൂട് ഉയരുന്ന ഒരു നിലയുണ്ട്. അത് കാലാവസ്ഥാ വ്യതിയാനമാണ് ഇതിന് കാരണമായി ചൂണ്ടിക്കാട്ടപ്പെടുന്നത്. ഇപ്പോൾ പ്രധാനമായും ഫ്രാൻസിൽ ബോഡോ, കാറ്റ്ഫററ്റ് തുടങ്ങിയ മേഖലകളിൽ, അതോടൊപ്പം തന്നെ സ്കോട്ട്ലൻഡിൽ അവരുടെ ദേശീയ ഉദ്യാനം പൂർണ്ണമായി കത്തി നശിച്ചിരിക്കുന്നു. 10,000-കണക്കിന് ആളുകൾക്കാണ് വീട് നഷ്ടമായിരിക്കുന്നത്. വീടുകൾ അഗ്നിക്കിരയായി പോയി എന്ന വിവരങ്ങൾ പുറത്തു വരുന്നുണ്ട്. ഇങ്ങനെ ഇറ്റലിയിലെ സിസിലി ദ്വീപിൽ മാത്രം ഏതാണ്ട് 350 ഇടങ്ങളിൽ അഗ്നിബാധയുണ്ടായി. മാത്രമല്ല, ഈ തെരുവുകളിലൂടെയും റോഡിലൂടെയും ഒക്കെ തന്നെ വന്യമൃഗങ്ങൾ, കാട്ടുജീവികളൊക്കെ തന്നെ പ്രാണരക്ഷാർത്ഥം ഓടുന്ന ദൃശ്യങ്ങൾ പല യൂറോപ്യൻ രാജ്യങ്ങളിൽ നിന്നും പുറത്തു വരികയാണ്. മെഡിറ്ററേനിയൻ തീരത്തുള്ള രാജ്യങ്ങളെല്ലാം തന്നെ ഇപ്പോൾ രക്ഷാപ്രവർത്തനത്തിൻ്റെ ഭാഗമായി മാറിയിട്ടുണ്ട്. അവരെല്ലാം തന്നെ അവരുടെ സൈന്യം, ഇവിടെയുള്ള അഗ്നിശമന സേനാ അംഗങ്ങൾക്ക് പുറമെയാണ് മറ്റ് രാജ്യങ്ങളുടെ സേനാ വിഭാഗങ്ങൾ കൂടി തീ കെടുത്തുന്നതിന് വേണ്ടിയുള്ള പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടിരിക്കുന്നത്. UN അടക്കമുള്ള സംവിധാനങ്ങളോട് ഇപ്പോൾ ഈ രാജ്യങ്ങൾ സഹായം അഭ്യർത്ഥിച്ചിട്ടുണ്ട്. വലിയ തോതിൽ ഭയപ്പെടുത്തുന്ന നിലയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. അവിടെയാണ് നമ്മൾ നേരത്തെ സൂചിപ്പിച്ച ചില വിവരങ്ങൾ കൂടി പുറത്തു വരുന്നത്. ഇറ്റാലിയൻ മാധ്യമങ്ങളാണ് അങ്ങനെയുള്ള വാർത്തകൾ നേരത്തെ തന്നെ റിപ്പോർട്ട് ചെയ്തത്. അതായത് ഈ ഭൂമാഫിയ പലപ്പോഴും വനമേഖലകളിൽ ചൂടുകാലം അത് മറയാക്കിക്കൊണ്ട് തീയിടുന്ന ഒരു രീതിയുണ്ട്. അവിടെ തീപിടുത്തമുണ്ടാവുകയും പിന്നീട് ഈ വനമേഖല സാധാരണ റവന്യൂ ഭൂമിയാക്കുന്നത് നമ്മുടെ നാട്ടിലൊക്കെ നടക്കുന്ന തരത്തിൽ തന്നെയാണ്. അങ്ങനെ മാറ്റിക്കൊണ്ട് അവിടെ സോളാർ പാനലുകളോ മറ്റ് നിർമ്മിതികളോ സ്ഥാപിച്ചുകൊണ്ട് അവിടെ കയ്യേറ്റങ്ങൾ നടത്തുന്ന ഒരു രീതിയുണ്ട്. അവിടുത്തെ കുപ്രസിദ്ധമായ ചില മാഫിയകളുടെ പ്രവർത്തനങ്ങൾ ഇതിൽ ഉൾപ്പെട്ടിട്ടുള്ളതായ വിവരങ്ങൾ പുറത്തു വന്നു. പൂച്ചയൊക്കെ തന്നെ അതിൻ്റെ വാലിൽ ഈ തീ പിടിക്കുന്ന തരത്തിലുള്ള ഇന്ധനങ്ങൾ തേച്ച് അത് കത്തിച്ച് ഈ കാടുകളിലേക്ക് കടത്തിവിടുന്നു. ഇവ പ്രാണരക്ഷാർത്ഥം ഓടുമ്പോൾ
നീളുമ്പോൾ ഈ വനത്തിൽ പല ഭാഗത്തായി തീപിടുത്തം ഉണ്ടാകുന്നു. അങ്ങനെ അത് കത്തി നശിക്കുന്ന സാഹചര്യം. അതോടൊപ്പം തന്നെ സാവധാനം തീപിടിക്കുന്ന തരത്തിലുള്ള ചില ഇന്ധനങ്ങൾ വനമേഖലയിൽ നിന്ന് കണ്ടെടുത്തതും സംശയത്തിന് ഇട നൽകുന്നുണ്ട്. ഏതായിരുന്നാലും നാറ്റോയുടെ ഉൾപ്പെടെയുള്ള സഹായങ്ങൾ തേടിക്കൊണ്ടാണ് ഈ രാജ്യങ്ങൾ മുന്നോട്ട് പോകുന്നത്. നമുക്കറിയാം, ലോകത്തിപ്പോൾ നിലനിൽക്കുന്ന യുദ്ധ സമാനമായ സാഹചര്യങ്ങൾ അറിയാവുന്നതാണ്. അമേരിക്കയ്ക്ക് പിന്തുണ നൽകിക്കൊണ്ട് നാറ്റോ രംഗത്ത് വന്നിരുന്ന നേരത്തെ നടന്ന ഒരു ഉച്ചകോടിയിലാണ് ഇറാനെ ആക്രമിക്കുന്നതിന് പൂർണ്ണമായ പിന്തുണ നൽകിക്കൊണ്ട് നാറ്റോ രംഗത്ത് വന്നത്. പക്ഷേ ഇപ്പോൾ പശ്ചിമേഷ്യയിൽ ഒരു വെടിനിർത്തലിൻ്റെ സാഹചര്യം ഉണ്ടാകുന്നു. യൂറോപ്പിലാകട്ടെ ഈ പ്രകൃതി ദുരന്തം അത് മറ്റൊരു രീതിയിൽ വന്നു ഭവിക്കുകയും ചെയ്യുന്നു. റഷ്യയും യുക്രൈനും തമ്മിലുള്ള ഏറ്റുമുട്ടൽ ഒരു വശത്ത് നടക്കുന്നുണ്ട്. അങ്ങനെ ഒരു യുദ്ധഭീതിയിലേക്ക് കാര്യങ്ങൾ പോകുന്ന സമയത്താണ് ഈ ഉക്രൈനും US-നും ഒക്കെ തന്നെ പിന്തുണ പ്രഖ്യാപിച്ച യൂറോപ്യൻ രാജ്യങ്ങളിൽ ഇങ്ങനെ ഒരു അഗ്നിബാധ ഉണ്ടാകുന്നത് അവർ മറ്റൊരു പ്രതിസന്ധിയിലേക്ക് പോകുന്ന കാഴ്ച കൂടിയാണ് ഇപ്പോൾ കാണുന്നത്. വിനോദാണ് വിവരങ്ങൾ പങ്കുവച്ചത്. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.